ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈശാഖ്. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അടിപൊളി 3 ടവറാണ്. എവിടാന്ന് ചോദിച്ചാൽ കുവൈറ്റ് സിറ്റി തന്നെയാണ് കേട്ടോ. കുവൈറ്റ് സിറ്റിന്റെ ലാൻഡ്മാർക്ക് തന്നെ ആയി മാറിയ കുവൈറ്റ് ടവർ 1979 മാർച്ചിലാണ് ഈ ടവർ ഇവിടെ സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇന്ന് പോലെ ഇവന്റെ ഒരു തലയെടുപ്പ് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ടവർ രാത്രിയിലായിട്ടും പകലായിക്കോട്ടെ, ഇത് കാണാൻ അതിന്റെ ഒരു ചന്തം തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടെങ്കിൽ, കുവൈറ്റിൽ ഉള്ളവരാണെങ്കിൽ ഈ ടവർ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വെറൈറ്റി തന്നെയാണ്. പറയാൻ വേറൊന്നും ഇല്ല. കാരണം ഞാൻ പോയി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ടവറിലേക്ക് എൻട്രി ചെയ്യാൻ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് 3 KD ആണ്. 3 KD വലിയ KD ഒന്നുമല്ല, ഇവിടെ എല്ലാവർക്കും അഫോർഡബിൾ ആണ്. നമുക്ക് പോവാൻ കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കയറി കാണാം. അങ്ങനെ ഇത് കാണാനായിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമന്റ് ചെയ്യാം. നമുക്കപ്പോ വീഡിയോയിലേക്ക് പോയല്ലോ, പോകാം അല്ലേ? അങ്ങനെ എൻട്രൻസ് ഫീസ് അടച്ചിട്ട് നേരെ അവിടുന്ന് ചാടി കയറി ഓടി അകത്തേക്ക് പോകുന്നു. എന്നിട്ട് അടിയിൽ ഒരു വ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കമന്ന് കടന്നിട്ട് ഒരു എടുപ്പെടുത്തു മേപ്പോട്ട്. കിടുക്കാച്ചി ആയെന്ന് തോന്നുന്നു. നോക്കിക്കേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ, മറക്കല്ലേ. അങ്ങനെ കയറി വന്നു. ഇനി ടവറിനെ കുറിച്ച് നമുക്ക് പറയാം. 3 ടവറാണ് നിൽക്കുന്നത്. 2 സ്പിയർ ടവറും ഒരു ലൈറ്റനിങ് പോളും ആണുള്ളത്. അതിൽ നൈറ്റ് വ്യൂ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല കിടുക്കാഴ്ചയായിരിക്കും. ഇവിടെ ഒരു ടവറിനകത്ത്, ആ ഒരു സ്പിയറിന്റെ അകത്ത് നിറച്ചും വാട്ടർ സ്റ്റോറേജ് ആണ് ഉള്ളത്. രണ്ടാമത്തെ ടവറിനകത്ത് 2 സ്പിയേഴ്സ് ആണ് ഉള്ളത്. താഴെ നല്ല വലിയൊരു സ്പിയറും അതിന്റെ മണ്ടയ്ക്ക് ചെറിയൊരു സ്പിയറും. നമ്മളിപ്പോ പോകുന്നത് ഏറ്റവും ടോപ്പിലെ ചെറിയൊരു സ്പിയർ, അതായത് 100 പേരോളം നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ താഴത്തെ ആ വലിയ സ്പിയറിന്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിന്റെ ഒരു അടിവശത്ത് ഫുൾ ഓഫ് വാട്ടർ ആണ്. അത് ഇത്ര കപ്പാസിറ്റിയോളം വാട്ടർ ആണ് സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ നടന്ന് കയറി വന്നത് എൻട്രൻസിലേക്കാണ്. ഈ എൻട്രൻസിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന എത്ര ഫ്ലോർ ഉണ്ടെന്ന് ഏകദേശം ആ ലിഫ്റ്റിന്റെ അത് കാണിക്കുന്നുണ്ട്. 82 ഫ്ലോർ, അതായത് 187 മീറ്റർ ആണ് ഈ നമ്മുടെ ഇപ്പൊ കാണുന്ന കുവൈറ്റ് ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 187 മീറ്റർ, അതായത് 164 ഫീറ്റ്. അത്ര അടിയിലാണ് ഇവൻ നിൽക്കുന്നത്. ഇതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നിങ്ങൾ നോക്കിക്കേ, ആ കുവൈറ്റ് സിറ്റി ഫുള്ളായിട്ട് 360 ഡിഗ്രിയിൽ കാണുമ്പോൾ ഒരു സുഖം, ഒരു ഫീല്. എനിക്ക് കയറി വന്നപ്പോഴേ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. എവിടുന്ന് തുടങ്ങണം, നിങ്ങളെ ഞാൻ എങ്ങനെ കാണിക്കണം, ഷൂട്ട് ചെയ്ത് കാണിക്കും. ഓടി നടന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം. ഇപ്പോ ഈ കാണുന്ന ഈ ടവർ ചെറുത്, ഞാൻ താഴേന്ന് പറഞ്ഞില്ല ഫുൾ ഓഫ് വാട്ടർ സ്റ്റോറേജ് ആണെന്ന്. ഇതാണ് ഫുൾ ഓഫ് വാട്ടർ സ്റ്റോറേജ്. നമ്മളിപ്പോ നിൽക്കുന്നത് മെയിൻ ടവറാണ്. തൊട്ടപ്പുറത്ത് ആ സൈഡിൽ കാണുന്നതാണ് ലൈറ്റിനിങ് പോള്. രാത്രി സമയത്ത് അത് കാണാൻ നല്ല കിടുക്കാഴ്ചയാണ് കേട്ടോ. ഇതിന്റെ മണ്ടയ്ക്ക് കയറിയപ്പോ നിങ്ങൾ നോക്കിക്കേ, ഓരോ ഐറ്റം, താഴെ കാണുന്ന ഓരോ ഐറ്റങ്ങൾ എന്ത് വളരെ ചെറുതാണ്, എന്ത് മൈന്യൂട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. മൈന്യൂട്ടായിട്ട് മാത്രമാണ് കാണുന്നത്. ആ കാറൊക്കെ പോകുന്നത് കണ്ടോ? നമ്മൾ ആ കാറിനകത്ത് ഇരിക്കും, നമ്മൾ ഓർക്കും നമ്മളാണ് വലിയ ആൾക്കാരും, ഞാൻ അറിഞ്ഞു വിട്ടുപോകും, ഞാൻ ഫസ്റ്റ് അടിക്കും, അങ്ങനെയൊക്കെ ഓടിക്കും. പക്ഷെ ഇതിൻ്റെ അകത്തോട് കയറിയപ്പോ കണ്ടില്ലേ, അവരൊക്കെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ ഉയരങ്ങളിലേക്ക് ചാടി പകർക്കാൻ നോക്കണം, അല്ലാതെ താഴെ കിടന്നിട്ട് ഞാനാണ് ആളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുന്ന് ചാടി കയറി ആ സ്പിയറിന്റെ ടോപ്പിലേക്ക് ഇങ്ങ് കയറി പോകുന്നത് കേട്ടോ. ഇവിടാണ് മുത്തെ കാണേണ്ടത്. ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ്. ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്. 360 ഡിഗ്രിയിൽ മൊത്തത്തിൽ ഗ്ലാസ് ഇട്ടേക്കാണ്. നല്ല രസമാണ്. ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ആണ് നിന്ന് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം 360 ഡിഗ്രിയിൽ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, വളരെ പയ്യെ. ഇതിന്റെ അകത്ത് ചെറിയൊരു റെസ്റ്റോറന്റ്, ഒരു കോഫി ഷോപ്പ് പോലെ ഒരു സാധനമുണ്ട്. അവിടെ നമുക്ക് ചായ, കാപ്പി, ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം നമുക്ക് മേടിക്കാം. സ്നാക്സ് ഐറ്റംസും ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ടുള്ള നിപ്പില്ലേ, ഇതിന്റെ അകത്ത് പറയുന്ന പോലെ തന്നെ മുത്തെ വേറൊന്നും ചിന്തിക്കണ്ട, പിന്നെ കിടുവാണ്. ആ ഒരു ലെവലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഫുൾ വ്യൂ ആണ്. നിങ്ങൾക്ക് എന്തുമാത്രം നോക്കിക്കേ, ഗ്ലാസും കാര്യങ്ങളൊക്കെ സൂപ്പർ അല്ലേ? ഫുൾ വ്യൂ. എന്റെ ക്യാമറയിൽ എന്തുമാത്രം എനിക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫുൾ വ്യൂ എടുത്ത് ഞാൻ ഇപ്പൊ കാണിച്ചേക്കുന്നത്. ഇത് കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പോ, ഇല്ലെങ്കിൽ കേറി വന്നപ്പോ, എന്റെ ഈശ്വര, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. വല്ലാത്ത ഫീൽ ആയിപ്പോയി കേട്ടോ.
പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ചാടി കയറി എന്നാ കഴിഞ്ഞ് ഇനി പോയേക്കാന്നുള്ളത് താഴോട്ട് ഇറങ്ങി വന്നു. താഴെ ഇങ്ങനെ ചാടി കയറിയ സ്പീഡിൽ തന്നെ തിരിച്ചു അങ്ങോട്ട് നല്ല സ്പീഡിൽ ഇറങ്ങിയിട്ട് അവനെ ഒരു വൈകുന്നേര സമയമായി. അപ്പോഴേക്കും ഷൂട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. തൊട്ടടുത്ത് ബീച്ചാണുള്ളത്. ബീച്ചിലേക്ക് പോവാന് നല്ല അടിപൊളിയായിട്ട് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടപ്പാതയായാലും എന്തായാലും നല്ല നമുക്ക് പൂക്കളൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഫീലാണ് അവിടെ വരുമ്പോൾ. ബീച്ച് സൈഡിൽ ഒരുപാട് ഫാമിലീസ് വന്ന് ഇരിക്കുകയും കളിക്കുകയും പിള്ളേർ കളിക്കുകയും ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഫോട്ടോസ് എടുക്കുകയും ബീച്ച് അതായത് കടലിന്റെ ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കാണിക്കുന്നത്. നിങ്ങൾ കുവൈറ്റിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദിവസം ഒഴിവു ദിവസം ഉണ്ടെങ്കിൽ ഈ ടവർ വന്ന് കാണുക. ഈ ടവറിൽ 3 കടിയാണ് ചെലവ്. വന്ന് കണ്ട് ഫാമിലി ആയിട്ടോ അല്ലെ ബാച്ചിലറാണോ ഒറ്റയ്ക്കോ അല്ലെ ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് കണ്ട് കുറച്ചു നേരം അതിൻ്റെ അകത്തൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഈ കടൽ തീരത്തൊക്കെ വന്ന് ഇരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, നൈറ്റ് ആയപ്പോൾ ആ ഒരു ഭംഗി കണ്ടില്ലേ ടവറിന്റെ. നമ്മളപ്പോ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷമില്ലേ, എന്ത് സന്തോഷമായിരിക്കും. എന്തുമാത്രം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല വീഡിയോയില്. എന്തായാലും നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ, കുവൈറ്റിലുള്ള ആൾക്കാരാണ്, ഇതെന്റെ ചെറിയ റിക്വസ്റ്റ് ആണ്, പോയൊന്ന് കണ്ടു നോക്കുക. ഒരു 2-3 മണിക്കൂർ വൈകുന്നേര സമയത്ത് പോയാൽ മതി. ഇതിന്റെ ടൈമും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ നോക്കി പോവുക, പോയി കുറച്ചു നേരം എൻജോയ് ചെയ്യുക. നല്ലതായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു നൈറ്റ് വ്യൂ ആണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ ഒന്ന് വിചാരിച്ചു നോക്കി. കിടുവല്ലേ ഇതൊക്കെ കാണുമ്പോൾ. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. നമ്മൾ എത്രയോ നാളായി നാടൊക്കെ മിസ് ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും ഓരോരുത്തരും. അപ്പൊ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ എന്തിനാണ് വെറുതെ ഇല്ലാതാക്കുന്നത്? എൻജോയ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ മച്ചാന്മാരെ ജീവിക്കുക. അത്ര ഞാനിവിടെ പറയുന്നുള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് തന്നേക്കണേ. എന്നാൽ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബൈ.